വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. പൗരത്വ നിയമത്തിനെതിരെ പ്രതിഷേധം ശക്തം. നിയമ പോരാട്ടത്തിന് കേരളം. പൗരത്വ നിയമത്തിനെതിരെ സംസ്ഥാന സർക്കാർ നിയമ പോരാട്ടം തുടരും. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ഭരണഘടനാ വിരുദ്ധമായ നിയമം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് അധികാരമില്ലെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. പൗരത്വ ഭേദഗതി നിയമം കേരളം നടപ്പാക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ഇത് മന്ത്രിസഭ തീരുമാനിച്ചു, അഡ്വക്കേറ്റ് ജനറൽ ചുമതലപ്പെടുത്തി ചട്ടം റദ്ദാക്കണം എന്നുള്ളത് തന്നെയാണ്. കാരണം നിയമം നമ്മൾ ചോദ്യം ചെയ്തിരിക്കുന്നു. അത് തീരുമാനം വരുന്നതിന് മുമ്പ് ചട്ടമായി പോവുകയാണ് ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത്. അത് പൂർണ്ണമായിട്ടും ചില താല്പര്യങ്ങൾ വെച്ചിട്ടാണ്. ഇത് സംബന്ധിച്ച് കേരള നിയമസഭയാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു പ്രമേയം പാസ്സാക്കിയത്. അതിനുവേണ്ടി പ്രത്യേകമായി സെഷൻ ചേരുകയുണ്ടായി. സർവകക്ഷി യോഗം ചേർന്നിരുന്നു. ആദ്യം വരെ നമ്മൾ സുപ്രീം കോടതിയെ സമീപിച്ചു. അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ ചട്ടം വന്ന സാഹചര്യത്തിലും നിയമപരമായ രീതികൾ അത് അവലംബിക്കാനാണ് മന്ത്രിസഭ തീരുമാനിച്ചിട്ടുള്ളത്. ടി വി പ്രസാദ് നൽകും കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന്. ടി വി പ്രസാദ്, ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്ത ശേഷമുള്ള നീക്കങ്ങൾ സംബന്ധിച്ച് ഇന്നത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തെടുത്ത തീരുമാനം എന്താണ്? സുജയ, ഇപ്പോൾ രാജീവ് സൂചിപ്പിച്ചതുപോലെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സിഎയുമായി ബന്ധപ്പെട്ട് പുതിയ ഹർജി നൽകുന്നതിനെ കുറിച്ചിട്ടാണ് ആലോചിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തിയതായും മന്ത്രിസഭാ യോഗം ഇന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജനറൽ ഡൽഹിയിൽ തുടരുന്നുണ്ട്. പുതിയ ഹർജി നൽകണമോ അതല്ല നിലവിലുള്ള ഹർജിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമോ എന്നത് സംബന്ധിച്ചൊക്കെയുള്ള നിയമപരമായ തീരുമാനങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകും. അടിയന്തരമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. നമുക്കറിയാവുന്നതുപോലെ നേരത്തെ തന്നെ പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ പ്രത്യേക സെഷനിൽ ഇത് സംബന്ധിച്ച്, അതായത് സിഎയെ സംബന്ധിച്ചുള്ള പ്രമേയമായിരുന്നു സർക്കാർ പാസാക്കിയത്. ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ കഴിയില്ല. അതിന് മുമ്പാകെയായി കേരളത്തിൽ സർവകക്ഷി യോഗം ചേരുകയും അത് സംബന്ധിച്ച് തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉയർന്ന പ്രധാനപ്പെട്ട സംസ്ഥാന സർക്കാരിനെതിരായ ആരോപണം കോൺഗ്രസ് നടത്തിയ സമരത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ എടുത്ത കേസിനെ കുറിച്ചാണ്. ഇത് വഴിതിരിച്ചു വിടാനുള്ള കോൺഗ്രസ് നേതാക്കളുടെ ശ്രമമാണ് എന്നാണ് രാജീവ് പറഞ്ഞത്. അതായത് മുദ്രാവാക്യം നോക്കിയിട്ടല്ല കേസെടുക്കുന്നത്, ഇത്തരം കാര്യങ്ങളിൽ വളച്ചൊടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളും അതുപോലെ തന്നെ സമരങ്ങളുമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യത്തിൽ, അതായത് ഇത് വഴിതിരിച്ചു വിടാനുള്ള ഒരു നീക്കത്തിൽ എന്ത് നിലപാടാണ് എന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളൊക്കെ പിന്നീടാണ് ഉണ്ടാവുക. ഒരു കാര്യം ഉറപ്പാണ്, സംസ്ഥാന സർക്കാർ ഇതിൽ കർശനമായി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു. മന്ത്രിസഭ തന്നെ ഇതിൽ തീരുമാനമെടുക്കുന്നു. എജി അതിന്റെ ഭാഗമായി ഡൽഹിയിൽ തുടരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഹർജിയുമായി മുന്നോട്ട് പോകണം എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. സുജയ. ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.